ഇന്നത്തെ ചിന്ത ദൈവഭയം, ഫിയർ ഓഫ് ഗോഡ്. അതായത് പലരും ചിന്തിച്ചിരിക്കുന്ന ദൈവഭയം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ വലിയൊരു വടി കൊണ്ടിങ്ങനെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നോക്കി നമ്മളെ അടിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവം ഒരിക്കലുമല്ല. തെറ്റുകൾക്ക് ശിക്ഷയുണ്ട്. അപ്പൊ ഈ ദൈവഭയം പഴയ നിയമങ്ങളിൽ പെട്ടെന്ന് ശിക്ഷയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ശിക്ഷയില്ലെന്നല്ല. പുതിയ നിയമത്തിൽ ദൈവം ധാരാളം അവസരങ്ങൾ നമുക്ക് തരികയാണ്, കൃപായുഗത്തിലായതുകൊണ്ട്. ദൈവഭയം സഭയിൽ നിന്ന് മാറാൻ കാരണം പഴയ നിയമത്തിൽ പർവ്വതം കത്തുന്നതും തീ കാളുന്നതും അവരെല്ലാം മോശയോട് പറയുന്നുണ്ട്, മോശേ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട. അത്ര ഭയങ്കര കൂരിരുട്ടെ കാഹളനാദം, ആമേൻ, ആ വാക്കുകളുടെ ശബ്ദം, അവർ ഭയപ്പെട്ടു പോയി. പുതിയ നിയമത്തിൽ വളരെ ഇമ്പമായി ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷെ ഏറെക്കുറെ ചില കാര്യങ്ങൾ ഞാൻ കാണുന്നുകൊണ്ട് പറയുകയാണ്. സ്റ്റേജിലൊരു വ്യക്തി, പേഴ്സണലിൽ ഒരു വ്യക്തി. നോ 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 നോ. ആ റോമർ 2 പറയുന്നുണ്ട്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, അകമേ യഹൂദനായൻ എത്ര യഹൂദൻ, അക്ഷരത്തിലല്ല, ആത്മാവിന്റെ ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദനെ. അവന് മനുഷ്യരാലല്ല, അവൻ ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നു.